മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ കിച്ചണിനുണ്ടായ ആ ഒരു പ്രശ്നവും അതിനുശേഷമുള്ള അനുമോളുടെ ആ ഒരു സംസാരവും കാരണം വീട്ടിലുള്ള എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അനുമോൾ ഒരു ഫ്രോഡാണ്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അനീഷ് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നതും അനുമോൾ സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറായതും. ബാക്കി എല്ലാവരും അനുമോൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സാബുമാൻ പോലും പറയുന്നത് ഇന്നലെ ആഹാരം കുറച്ച് ബാലൻസ് വന്നിരുന്നു. ആ സമയത്ത് അക്ബർ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുമോള് ഉടനെ പറഞ്ഞത് അത് സാബുമാൻ കൂടുതൽ അരി ഇട്ടിട്ടാണ് എന്ന്. അനുമോളുടെ ആ ഒരു സംസാരം സാബുമാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാബുമാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉൾട്ടയടിക്കും. ജയിക്കാൻ വേണ്ടി അനുമോള് എന്തും പറയും. അപ്പോൾ ആദിൽ ചോദിക്കുന്നത് ഇങ്ങനെ എന്തും കാണിക്കുന്ന വ്യക്തി ഇവിടെ ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കില്ല എന്ന് ആര് കണ്ടു? പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അനുമോളെ വെച്ച് നോക്കുമ്പോൾ അക്ബറാണ് നല്ലത്. അക്ബർ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പക്ഷേ ഇവൾ അങ്ങനെയല്ല, വളച്ചൊടിക്കും. അതുപോലെ തന്നെ ആദില സാബുമാനോട് പറയുന്നുണ്ട് ഇന്ന് അവൾ എന്നോട് പറയുക അവളുടെ ഫെയിം കണ്ടിട്ടാണ് ഞാൻ അവളുടെ കൂടെ നിന്നതെന്ന്. നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതിൻ്റെ അഹങ്കാരമാണെന്ന്. ഞാൻ കരുതിയത് ടിക്കറ്റ് ടു ഫിനാലെ നൂറയ്ക്ക് കിട്ടിയപ്പോൾ എന്നെപ്പോലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് അനുമോളും ഷാനവാസുമായിരിക്കുമെന്നാണ്. അവൾ അപ്പോൾ ആ സമയത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതും സന്തോഷിച്ചതുമൊക്കെ ഡ്രാമ ആയിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സാബുമാനും അത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആദിലയും നൂറയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട് അനുമോളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായല്ലോ, ഇനി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എനിക്ക് അത് പെട്ടെന്ന് പറ്റും, പക്ഷേ ബേബിക്ക് അത് സമയമെടുക്കും. എങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നൂറ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസിയാണിത്. ഇത് എന്നെയും കൊണ്ട് എത്ര നന്നായി ഭംഗിയായി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ക്യാപ്റ്റൻസി വേഴ്സ്റ്റ് ആക്കണമെന്ന ചിന്താഗതിയിൽ കുളമാക്കിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ അനുമോൾ വെസൽ കഴുകാതിരുന്നതും വെസൽ കഴുകാൻ നൂറ പറഞ്ഞപ്പോൾ കഴുകില്ല എന്ന ധാർഷ്ട്യം കാണിച്ചതും നൂറയുടെ ക്യാപ്റ്റൻസി കുളമാക്കാനാണ് എന്നാണ് നൂറയും ആദിലയും പറയുന്നത്. പിന്നെ ഇത് അനുമോളുടെ സ്ഥിരം സ്വഭാവമാണ്. കിച്ചണിൽ കയറുക, എന്തെങ്കിലും വഴക്കുണ്ടാക്കുക, ഇറങ്ങിപ്പോവുക. മറ്റൊരു ടീമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. കഴിഞ്ഞ ആഴ്ചയും ഇങ്ങനെ തന്നെയായിരുന്നു അനുമോള് വെസൽ കഴുകില്ല എന്ന് പറഞ്ഞ് നിന്നത്. പക്ഷേ ആ സമയത്ത് ആദിലയും നൂറയും അനുമോൾക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് വീട്ടിലുള്ള എല്ലാവരും. എനിക്കൊന്ന് അനീഷ് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.